ഇന്നത്തെ വീഡിയോ ഒരു മിക്സഡ് വീഡിയോ ആണ് കേട്ടോ. റെസിപ്പീസ് ഒക്കെ അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഇന്നൊരു കുറച്ച് ഡ്രസ്സ് വന്നിട്ടുണ്ട് എനിക്ക്. അപ്പം അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എനിക്ക് ഡ്രസ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത് സാഹിയാലിബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറാണ്. അപ്പോൾ അവരുടെ ഡ്രസ്സ് എനിക്ക് മുന്നേയും സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് മുന്നേ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈസി ആയിട്ട് എങ്ങനെ ചുരിദാർ സ്റ്റിച്ച് ചെയ്യാന്നുള്ള. അതിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ അവർ തന്നെയാണ് ഈ ഡ്രസ്സും സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ഡ്രസ്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനും നോക്കിയിട്ടില്ല, ജസ്റ്റ് പുറമേന്ന് കണ്ടിട്ടേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് കാണാം. രണ്ട് ടോപ്പും പിന്നെ ഒരു ചുരിദാറും, റെഡിമെയ്ഡ് ചുരിദാറുമാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഞാൻ ഇട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് ഇടുന്ന ഈ ഒരു കോട്ടൺ ഡ്രസ്സും അതുപോലെ അവരന്ന് സെൻഡ് ചെയ്തെന്നാണ്. പിന്നെ വേറെയും ഡ്രസ്സുകൾ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇതിൽ കാണുന്ന ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഡ്രസ്സാണ്. ഒരു പർപ്പിൾ കളർ ഡ്രസ്സാണ്, ഫ്ലെയറിൽ വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ്. സോറി, ചുരിദാർ മെറ്റീരിയൽ അല്ല കേട്ടോ, ചുരിദാറാണ്. കോട്ടൺ ഷോളാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു മെറ്റീരിയൽ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. ഇതാണ് അതിന്റെ ഷോള്. ഇതാണ് ടോപ്പ് വരുന്നത്. ആ ഒരു ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെയാണ്. അടിയിൽ പ്രിന്റഡ് വർക്കും പിന്നെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് കേട്ടോ. അതിന്റെ ബോട്ടമാണിത്, റെഡിമെയ്ഡ് ആണ്. ഇതിന്റെ അടിയിലും ഇതുപോലെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഞാൻ ഇടുമ്പോൾ കാണിക്കാം. പെരുന്നാളൊക്കെ വരികയാണ്. പെരുന്നാളൊക്കെ എങ്ങനെയാന്നുള്ളത് നമുക്കറിയില്ല. കൊറോണയുടെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ഇരിക്കും. പിന്നെ ഇതാ രണ്ട് ടോപ്പ്. ഈ രണ്ട് ടോപ്പുകളാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതൊരു മസ്റ്റർഡ് കളറിൽ വരുന്ന ടോപ്പാണ്. ഞാൻ കുറച്ച് മെലിഞ്ഞിട്ട് എനിക്ക് വേറെ ടോപ്പുകളൊക്കെ എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് കറക്റ്റ് സമയത്താണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇതാണ് ആ ഒരു ടോപ്പ്. പിന്നെ സ്ലീവില് എംബ്രോയിഡറി വർക്കാണ് വരുന്നത്. പിന്നെ നെക്കിലും അതുപോലെ തന്നെ അത് അവിടെ ചെറിയൊരു വർക്ക് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്തും നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ്. അടുത്തത് സെയിം പാറ്റേണിൽ വരുന്ന, പക്ഷെ വേറൊരു കളറിലാണ്. എന്താ ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള വേറൊരു ടോപ്പാണ്. ഇതാ ഈ ഒരു ഇതിൽ കാണുന്ന കളറാണ്. ഇത് ജീൻസിലേക്കും നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനും ഒക്കെ നല്ല ഒരു ടോപ്പാട്ടോ. ജീൻസിലേക്കൊക്കെ നല്ലതാണ്. ഇതിന്റെ സ്ലീവില് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. മറ്റേ മസ്റ്റേർഡ് കളറിൽ വരുന്ന പോലെയല്ല, സ്ലീവിൽ വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു കട്ടിങ് പോലെ ഉണ്ട്. പിന്നെ സെയിം നെക്കിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ഇതും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ക്ലോത്തും. സ്റ്റിച്ചിങ് ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയായി തോന്നുന്നുണ്ട്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഉണ്ട്. അപ്പം അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക. ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസ് ഒക്കെ കിട്ടും. എനിക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ള ഡ്രസ്സ് ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇത് ഞാൻ എത്രയോ കാലമായി വീട്ടിൽ നിന്ന് ഇടാൻ തുടങ്ങിയിട്ട് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ രണ്ട് ചുരിദാർ മെറ്റീരിയൽ ആണ് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ തന്നെ ഒരു പ്രശ്നമില്ല. നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. നമുക്ക് അനുഭവിച്ചവർക്ക് അത് ഗ്യാരണ്ടി ചെയ്ത് പറയാലോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കാനൊക്കെ നോക്കുക.
പിന്നെ ഞാനിത് ട്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഞാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ് കേട്ടോ, നല്ല ഇഷ്ടമായി എനിക്ക്. ഈ ഒരു കളറിൽ എനിക്ക് ഡ്രസ്സ് ഇല്ല തോന്നുന്നു, എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് ഷോള് വരുന്നത്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ടോപ്പ് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും താങ്ക്സ് സാഹിയാലിബാസ്. അപ്പം അവരുടെ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള റെസിപ്പീസും കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്ന് ഞാനൊരു അടിപൊളി പഞ്ചാബി ചിക്കൻ കറിയുടെയും അതുപോലെ തന്നെ പിന്നെ ഷെയ്യുടെ പായസം റെസിപ്പിയും കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി പായസം. അപ്പൊ അതാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. പിന്നെ ഇവിടെ ഷെയ്ന്റെ മോന്റെ ബർത്ത്ഡേന്റെ അന്ന് ഷെയ്യുടെ ഹസ്ബൻഡ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റെസിപ്പീസ് ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ കൂടിയതും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞ വീഡിയോ എടുത്ത സമയത്ത് അന്ന് ലഞ്ചിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റെസിപ്പീസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചാബി ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കുള്ള സവാളയൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതാ മല്ലിയിലൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ പച്ചമുളക് ആവശ്യമുണ്ട്. അപ്പം സവാള ഞാൻ ഫുഡ് പ്രോസസ്സറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടയായിട്ടുള്ള തൈരുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പുളിയൊന്നും അധികം ഇല്ലാത്തത്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ അതൊരു 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 2-3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് മല്ലിയില അരിഞ്ഞവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് തൈരും അതുപോലെ തന്നെ മുളക് പൊടിയും കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ നേരം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഷെയ് ഇവിടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ക്യാരറ്റൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ പായസത്തിലേക്ക് ഇതാ കുറച്ച് സേമിയ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഇതുപോലെ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു 1-2 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പായസത്തിലേക്ക് ഇതാ ഇവിടെ 3 പാക്ക് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഉരുളിയിലാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള കാഷ്യും കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നെയ്യ് ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് കാഷ്യും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കാഷ്യും കിസ്മിസും വറുത്തെടുത്തു. ഇനി ആ നെയ്യിൽ തന്നെ നമ്മൾ ഈ സേമിയയും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുക്കണം. ഇനി ഇതിലേക്ക് തിളച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വേഗത്തിൽ റെഡിയാകാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ വറുത്തെടുത്ത സേമിയയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ക്യാരറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലിട്ടിട്ട് അതിൻ്റെ സ്റ്റോക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ക്യാരറ്റ് വേവിച്ചതിൻ്റെ സ്റ്റോക്കാണ് ഇപ്പോൾ മിക്സിയിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ, നല്ല അടിപൊളി കളറാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടല്ലോ, കൈമ റൈസ് ഒന്ന് വേവിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ റൈസും വെന്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അത് നമ്മൾ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. പായസത്തിലേക്ക് നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളുടെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ പായസമൊക്കെ തിളച്ച് കുറുകി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പഞ്ചാബി ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇവയെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള സവാള, ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പായസത്തിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂം കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുത്തു. നമ്മളുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. സവാള ഏകദേശം വഴന്നു വന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഇതാ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മളുടെ പായസം കുറുകി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി സവാളയിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ടൊമാറ്റോ പേസ്റ്റിൻ്റെ ഒരു പാക്ക് മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ചിക്കനിൽ ഇതാ ഇത്രയും വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ട്. നമ്മളിത് നെയ്ച്ചോറിലേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ വെന്ത് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഇതാ ഇതുപോലെ മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പഞ്ചാബി ചിക്കൻ കറിയുടെ റെഡിയായി. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ മുന്നേയൊക്കെ ഞാൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തെർമൽ കുക്കറിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും അരിയൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇതാ നമ്മുടെ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂം അതുപോലെ തന്നെ സവാള ഫ്രൈ ചെയ്തതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ നെയ്ച്ചോറും റെഡിയായി. അതുപോലെ തന്നെ പഞ്ചാബി ചിക്കൻ കറിയും പിന്നെ പായസവും റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനന്ന് സെബീനന് വയറ് കാണാൻ പോയെന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന റെസിപ്പീസാണ് കേട്ടോ. അപ്പം അന്നത്തെ വീഡിയോയിൽ അതെല്ലാം കൂടെ ഉൾപ്പെടുത്തേണ്ട വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞാനും കുറച്ച് നെയ്ച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കാണിക്കുന്നത് ഷെയ്ഡ് ചെറിയ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ഒരു ദിവസം. അപ്പോൾ അന്ന് എടുത്ത കുറച്ച് ക്ലിപ്സാണ്. അപ്പം അന്ന് റഫീഖാക്ക, അതായത് ഷെയ്ഡ് ഹസ്ബൻഡ്, നല്ലൊരു അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ദമ്മ് പൊട്ടിക്കുകയാണ്. ബിരിയാണിയിലേക്കുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തു കൊടുത്തു. ബാക്കിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ റഫീഖാക്കയാണ് ചെയ്തത്. അപ്പോൾ ഓസ്കർ ഖാൻ്റെ ഉപ്പയും അതുപോലെ തന്നെ റഫീഖാക്കയും പിന്നെ ഓസ്കർ ഖാൻ്റെ വലിയ ബ്രദർ അമിക്കാക്കയും അവർ 3 പേരും നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് എല്ലാം ഉണ്ടാക്കും. അപ്പോൾ മുന്നത്താത്തയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ എല്ലാവരും കൂടെ ഒന്ന് കൂടുകയും ചെയ്യുക. നാവിദിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒന്ന് കൂടിയതാണ്.
കുട്ടികൾക്കുള്ള ഫുഡൊക്കെ നിലത്തിങ്ങനെ വിരിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ലോക്ക്ഡൗണിൽ നമുക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഒരു രസം എന്ന് പറയുന്നത്. പുറത്തൊന്നും പോകാൻ വയ്യല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ബോറടിയും കാര്യങ്ങളൊന്നും ഇല്ലതാനും. പിന്നെ ഒരു ചെറിയൊരു കേക്കും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.